നമ്മളെ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ട്രിഗർ ആവുന്നതുകൊണ്ട് അവർക്ക് നല്ല രീതിയിൽ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ തന്നെ നമ്മൾ ജഡ്ജ് ചെയ്യാൻ ഒരുപാടുണ്ട് സത്യം പറഞ്ഞാൽ. ഇപ്പൊ ആദ്യമായിട്ട് പോകുന്ന ഒരാളാണെങ്കിൽ അവരെ ജഡ്ജ് ചെയ്യാൻ, അതായത് അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുന്നേക്കാൾ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് ജഡ്ജ് ചെയ്യാനുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത്. ഈ ഏറ്റവും മെയിൻ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ജിമ്മിൽ വന്ന് ബോഡി അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് റെഡി ആക്കണമെന്ന് വിചാരിച്ച് വരുന്ന ആൾക്കാരാണ് ഈ പുതിയതായിട്ട് വരുന്നവരെ കളിയാക്കാൻ നിൽക്കുന്നത്. ആ ഒരു സംഭവം എല്ലാവരും ഫേസ് ചെയ്തിട്ടുള്ളതാണ്. പുതിയതായിട്ട് പോകുന്ന ആൾക്കാർ ഫേസ് ചെയ്തിട്ടുള്ളതാണ്, ജിമ്മിന്റെ അകത്തും പുറത്തും. ഞാനിപ്പോ പറയുന്നത് ജിമ്മിൽ അകത്തേക്കുള്ള കാര്യമാണ്. ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളൂടെ ആണെങ്കിൽ എസ്പെഷ്യലി പിന്നെ നോക്കുക വേണ്ട. അപ്പൊ ഞാൻ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ജിമ്മിന്റെ അകത്തുണ്ട് പുറത്തുണ്ട് കേട്ടോ, ഓണസ്റ്റ് ആയിട്ട് പറഞ്ഞാൽ. നമ്മളെ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ട്രിഗർ ആവുന്നതുകൊണ്ട് അവർക്ക് നല്ല രീതിയിൽ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. നമ്മളെന്തോ അവരുടെ എന്തോ നമ്മള് കയറി ചെന്നിട്ട് എന്തോ ചെയ്യുന്ന രീതിയിലാണ് ആൾക്കാരുടെ നോട്ടവും സംസാരവും പെരുമാറ്റവും. നമ്മൾ അവരുടെ അടുക്ക് ഒന്നിനും പോകുന്നില്ല. നമ്മൾ വരുന്നു, നമ്മൾ കാര്യങ്ങൾ ഷൂട്ട് ചെയ്യുന്നു, നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നു, നമ്മൾ തിരിച്ച് വീട്ടിൽ വരുന്നു. ഞാൻ മൈൻഡ് ചെയ്യാറില്ല. കാരണം ഇവരെയൊക്കെ മൈൻഡ് ചെയ്യാൻ പോയാലാണ് എനിക്ക് പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്. ഞാൻ ഇവിടെ വീഡിയോ ഇട്ട് ഞാൻ എനിക്ക് വേണ്ടി തന്നെ ഒരു കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. കുറ്റം പറയുന്നവർക്ക് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ബെനിഫിറ്റ് എനിക്ക് തന്നെ. ഈ വീഡിയോ ചെയ്യാനും കാരണം അതാണ്. ഇങ്ങനത്തെ കാരണങ്ങളാൽ നമ്മുടെ ഇടയിൽ പേടിച്ചിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ റിയാക്ട് ചെയ്യാൻ മടിക്കുന്നു, അല്ലെങ്കിൽ ഗീവ് അപ്പ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അവരോടാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടുന്ന ഒരാളാണ്. ഇനി എന്ത് പ്രശ്നം വന്നാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വീട്ടിൽ വർക്കൗട്ട് ചെയ്യേണ്ടി വന്നാൽ പോലും ഞാൻ ഈ പരിപാടി നിർത്തത്തില്ല. ജഡ്ജ് ചെയ്യുന്ന ആൾക്കാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എന്തിനാടേ, എന്തിനാ?